നമസ്കാരം. ഷിബി ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് പ്ലസ് ടുവിന്റെ മലയാള പാഠഭാഗത്തിന്റെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. രണ്ടാമത്തെ യൂണിറ്റിന്റെ ഒരു വളരെ പെട്ടെന്നുള്ള റിവിഷനാണ്, എക്സാം ബേസ്ഡ് ആണ്. രണ്ടാമത്തെ യൂണിറ്റിലെ എല്ലാ പാഠങ്ങളും ടീച്ചർ വിശദമായി പഠിപ്പിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വെച്ച് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. രണ്ടാമത്തെ യൂണിറ്റ് തനതിടം എന്ന യൂണിറ്റ് ആണ്. അതിനകത്ത് കേശിനി മൊഴി, അഗ്നിവർണ്ണന്റെ കാലുകൾ, പദത്തിന്റെ പദത്തിൽ എന്നീ പാഠഭാഗങ്ങളും മാപ്പിളക്കലകളുടെ അരങ്ങിലേക്കുള്ള ചൂണ്ടുവരക എന്ന നിലയിൽ മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന ഒരു പാഠവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് വരുന്നത് കേരളത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന നാടോടി കലാരൂപമായ കാക്കാരശ്ശിപ്പാട്ടാണ്. അപ്പം നാടോടി വിജ്ഞാനത്തിന്റെ ഭാഗമാണ് കാക്കാരശ്ശിപ്പാട്ട്. അപ്പോൾ ഇവിടെ ഭാർഗവൻ പിള്ള സമ്പാദനം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഒരു തെക്കൻ വടക്കൻ ഭാഗങ്ങളിൽ നിലവിലിരുന്ന പാട്ടുകൾ സമ്പാദിച്ച് കളക്ട് ചെയ്ത് വെക്കുന്നവരാണ് സമ്പാദകർ. അപ്പൊ ഇവിടെ ഇത് തെക്കൻ ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന ഒരു പാട്ടാണ്. കാക്കാനും രണ്ട് കാക്കാത്തിമാരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. അപ്പൊ ഇത് വളരെ വടിവോടെ പറയുന്നുണ്ട്. ഈ പുതിയ ആഭരണങ്ങൾ, സൗന്ദര്യവർദ്ധിത സാധനങ്ങളും ഒക്കെ അവര് ചോദിക്കുകയാണ്. അപ്പൊ അതിനുള്ള പണ്ടുണ്ടായിരുന്നതൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ് കാക്കാൻ. അതായത് തീക്കനൽ പോലെ മിന്നുന്ന മൂക്കുത്തി വേണം, ആലില പോലുള്ള ഞാത്ത് വേണം, കൈവിരലിന് മോതിരം വേണം, കാതിലിടാൻ കമ്മൽ വേണം എന്നൊക്കെ, പ്രാണനാഥ ഇതൊക്കെ തരണം എന്നാണ് പറയുന്നത്. പിന്നെ പല്ല് തേക്കാനുള്ള പഞ്ചപ്പൊടി വേണം, ചെപ്പ് വേണം, ചെപ്പടി കളിക്കാൻ. അപ്പോൾ ഇതിന് മറുപടി കാക്കാൻ ചോദിക്കുന്ന കാലിൽ കിടന്ന മോതിരം എന്ത് ചെയ്തു? അപ്പോൾ അത് കല്ലുള്ള നാട്ടിലെ കാല് വീശി പോയപ്പോഴാണ് നഷ്ടപ്പെട്ടതെന്ന് പറയുന്നു. പിന്നെ കൈവെള്ള മോതിരം എങ്ങനെ പോയെന്ന് ചോദിച്ചപ്പോൾ കാട്ടിലെ ചുള്ളി ഒടിക്കാൻ പോയപ്പോൾ നഷ്ടപ്പെട്ടതാണെന്ന് പറയുന്നു. മൂക്കി കിടന്ന കൽവെച്ച മൂക്കുത്തി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അതിനും അവൾക്ക് ഉത്തരം ഉണ്ട്. മൊന്തയിലെ ജലം മുത്തി കുടിച്ചപ്പോഴാണ് അത് വിയർപ്പ് കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഉത്തരം പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു 300 വർഷത്തെ പഴക്കമുണ്ട് ഈ ഒരു കാക്കാരശ്ശി നാടകത്തിന്. ശിവനും ഗംഗയും പാർവതിയുമാണ് കാക്കാനും കാക്കാത്തികളും എന്നാണ് ഒരു ഐതിഹ്യം. അപ്പൊ ഇതില് സംഗീത, നൃത്ത, അഭിനയ പ്രധാനമാണ് കാക്കാരശ്ശി നാടകം. അപ്പൊ ഇതിലെ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ദന്തശോഭ വരുത്തുന്നതിന് എന്ത് വേണം? അല്ലെങ്കിൽ മോതിരം കളഞ്ഞത് എപ്പോഴാണ്? മൂക്കുത്തി കളഞ്ഞത് എപ്പോഴാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. പിന്നെ അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ വീക്ഷണങ്ങളാണ് എപ്പോഴും ഈ കാക്കാരശ്ശി നാടകങ്ങളിൽ വരുന്നത്. ഇപ്പൊ ഇതിനകത്ത് കാക്കാരശ്ശി നാടകം എന്താണ്? ഇപ്പൊ അതൊരു സ്റ്റേജിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനൊരു ആമുഖ പ്രഭാഷണം, അതായത് മാന്യസദസ്സിന് നമസ്കാരം, ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കാക്കാരശ്ശി നാടകമാണ്. ഈ കാക്കാരശ്ശി നാടകത്തിൽ കഥാപാത്രങ്ങൾ കാക്കാനും രണ്ട് കാക്കാത്തിമാരുമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ആമുഖ ഭാഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനൊരു ആമുഖ ഭാഷണം തയ്യാറാക്കാൻ ഈ കാക്കാരശ്ശി നാടകത്തിന്റെ കണ്ടന്റ് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് എഴുതാൻ നിങ്ങൾക്ക് കഴിയണം. പിന്നെ ഇതിൽ കാക്കാത്തിമാർ എന്തൊക്കെയാണ് കാക്കാനോട് ആവശ്യപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇവരുടെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് ഉള്ള ചോദ്യം വരാം. അപ്പൊ നമ്മുടെ സംസ്കാരമാണോ ഈ നാടൻ കലാരൂപങ്ങളിൽ കാണപ്പെടുന്നത് എന്നൊരു ചോദ്യവും ഇതിനകത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഭാർഗവൻ പിള്ളയെ കുറിച്ച് പറയുന്ന കേരള നാടൻ കലാ അക്കാദമിയുടെ ആദ്യ ചെയർമാനാണ് അദ്ദേഹമാണ് ഈ ഒരു കവിത സമ്പാദനത്തിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും സാമൂഹ്യ വിമർശനപരമായ രംഗ അവതരണങ്ങളാണോ ഇവിടെ കാക്കാരശ്ശി നാടകത്തിൽ വരുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതിനുള്ള ഉത്തരവ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പൊ ഈ നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിന് ഒട്ടിക്കാനായിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനുള്ള ഒരു ചോദ്യവും ചോദിക്കാം. അടുത്ത പാഠം കേശിനി മൊഴിയാണ്. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിലെ ഭാഗമാണ്. ഋതുപർണനോടൊപ്പം തേരാളിയായി വന്നത് നളൻ തന്നെയാണെന്ന് ഉറപ്പിക്കാനായി ദമയന്തി തോഴിയായ കേശിനിയെ പറഞ്ഞയക്കുന്നു. കേശിനി അവിടെ പോയി കണ്ട കാര്യങ്ങൾ വന്ന് ദമയന്തിയോട് പറയുന്നതാണ് സന്ദർഭം. അപ്പൊ 4-ാം ദിവസത്തെ 6-ാം രംഗമാണ് പാഠഭാഗം. കേശിനി നല്ല വിദഗ്ധയായ ഒരു തോഴിയാണ്. അത് നളൻ തന്നെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ നളനിൽ തെറ്റുണ്ടെങ്കിലും കുലനാരി ആയതുകൊണ്ട് തനിക്ക് കോപം പാടില്ല. അപ്പോൾ അവൻ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അഗ്നി പെട്ടെന്ന് കത്തുന്നു, അഹങ്കാരമില്ലാതെ കത്തുന്നു. കുടത്തിലാണെങ്കിൽ ജലം തനിയെ നിറയുന്നു. പാകമനുസരിച്ച് ഭക്ഷണം പാകം ചെയ്തു വരുന്നു. തേരിലെ പൂക്കളൊക്കെ അവൻ തൊട്ടപ്പോൾ അത് പുതിയ പൂക്കളെ പോലെ വിടർന്ന് മണം ചൊരിയുന്നവയെ. അപ്പൊ ഇതെല്ലാം നളന് മാത്രമുള്ള കഴിവുകളാണ്. അതുകൊണ്ടാണ് ഇവൻ തന്നെയാണ് നളനെന്ന് തീർപ്പ് കൽപ്പിക്കുന്നത്.
അപ്പൊ ഇതിലെ ചോദ്യങ്ങൾ കേശിനി വിദഗ്ധയായ മിടുക്കിയായ ഒരു തോഴിയാണ് എന്നുള്ളത് എങ്ങനെ നിങ്ങൾക്ക് പറയാം? ബാഹുകന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതുകൊണ്ട് ചോദ്യത്തിന്റെ ഉത്തരങ്ങളല്ല. ബാഹുകൻ നളൻ തന്നെയാണെന്ന് ദമയന്തി ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ കഴിവുകളെല്ലാം ആർക്ക് മാത്രമേ ഉള്ളൂ? നളന് മാത്രമേ ഉള്ളൂ. നളനിൽ ഒരു അപരാധം പോൽ ഉണ്ടെന്നാകിലും കുലനാരിക്ക് കോപം പാടില്ല. നല്ല കുലത്തിൽ പിറന്ന ഭാര്യയാണെങ്കിൽ, സ്ത്രീയാണെങ്കിൽ കോപം പാടില്ല എന്ന് കേശിനി പറയുന്നു. ഇവിടുത്തെ കുലനാരി എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ദമയന്തിയാണ്. ഉണ്ണായി വാര്യരുടെ ഈ ഒരു ഭാഗം, കേശിനി മൊഴി എന്ന പാഠഭാഗത്തിനകത്ത് ഉള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതുപോലെ നളന്റെ കഴിവുകൾ എന്തെല്ലാമാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കഥാപാത്രങ്ങൾ പച്ച മലയാള പദങ്ങളും സംസ്കൃത പദങ്ങളും ഇടകലർത്തി പ്രയോഗിക്കുന്ന രീതിയാണ് മലയാളം സംസ്കൃത ഭാഷ. ഇത് രണ്ടും തമ്മിൽ ചേർത്ത് പ്രയോഗിക്കുന്ന രീതിയാണ് ഉണ്ണായി വാര്യരുടേത്. ഖലനല്ല എന്ന് കേശിനി പറയുന്ന ആരെക്കുറിച്ചാണ്? നളനെ കുറിച്ചാണ്. ഖലൻ ദുഷ്ടൻ. അപ്പൊ ഒരൊറ്റ ആട്ടക്കഥ കൊണ്ട് തന്നെ മലയാള സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ വ്യക്തിയാണ് അദ്ദേഹം. ഇതിലെ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. കേശിനി മൊഴി, കേശിനി ഒളിഞ്ഞു കണ്ട ബാഹുവിന്റെ പ്രവൃത്തികൾ, ഇതൊക്കെ നമുക്ക് ആൻസറായിട്ട് ചോദ്യങ്ങളായിട്ട് വരാവുന്നതാണ്. കേശിനിയുടെ കഥാപാത്ര നിരൂപണം. ഉത്തമയായ ദൂതിയാണ് അവൾ. ഉചിതമായി രാജാവിനെ അവൾ ആരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു? ദമയന്തിയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. പിന്നെ അദ്ദേഹം ഈ കവിതയിൽ പ്രാസം ദീക്ഷിച്ചിട്ടുണ്ട് പലയിടത്തും. പൂമാത്, പുരുഷൻ, അതുപോലെ നളൻ, കുലനാരി, ഖലനല്ല, പലതും പറഞ്ഞു, അങ്ങനെ ദ്വിതീയാക്ഷര പ്രാസമുണ്ട്. അന്നാദി, ദംഭം, കുംഭം തുടങ്ങിയ ഒരേ ശബ്ദഭംഗിയുള്ള പദങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ണായി വാര്യരുടെ ഭാഷയുടെ പ്രത്യേകതകളായിട്ട് ശ്രദ്ധിക്കാം. ഇനി തൊട്ടടുത്ത് വരുന്നത് നമ്മുടെ തനത് നാടക കലാവേദിയുടെ തനക നാടക രംഗത്തെ കുലപതിയായ കാവാലം നാരായണ പണിക്കരുടെ അഗ്നിവർണ്ണന്റെ കാലുകൾ എന്ന നാടകമാണ്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഗായക സംഘം, വിദൂഷകൻ, കേവലരാമൻ, കൊത്തുവാൾ, ചിന്താരാമൻ, രാജഗുരു, അടിച്ചുതൽക്കാരി. അപ്പൊ ഇവിടെ നിശ്ചലമായ ഭരണത്തിന്റെ പ്രതീകമായ കാലുകളാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ പുരാണ സ്പർശമുള്ള കഥാ സന്ദർഭത്തെ എടുത്തിട്ട് ഇപ്പോഴത്തെ സമകാലിക പ്രശ്നങ്ങളുമായി ഇടകലർത്തി അവതരിപ്പിക്കുന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പൊ സൂര്യവംശത്തിലെ അവസാന രാജാവായിരുന്ന അഗ്നിവർണ്ണന്റെ കുത്തഴിഞ്ഞ ജീവിതം, ദുർഭരണം, ഇതൊക്കെ സൃഷ്ടിക്കുന്ന രാജ്യത്തെ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ പല ഭരണാധികാരികളും പ്രജാക്ഷേമത്തിൽ ശ്രദ്ധിക്കാതെ സുഖഭോഗങ്ങളിലും അധികാര ദുർവിനിയോഗത്തിലും മുഴുകി കഴിയുന്നതിനെതിരെയുള്ള ഒരു താക്കീത് കൂടെയാണ് ഈ കവിത ഈ ഒരു നാടകം എന്ന് നമുക്ക് പറയാം. ഇപ്പൊ അഗ്നിവർണ്ണന്റെ കാലുകൾ എന്ന നാടകത്തിലെ അടിച്ചുതളിക്കാരി ഇതിൽ എല്ലാം ഈ അനീതികളും പ്രശ്നങ്ങളും എല്ലാം ഇല്ലാതാക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് അവളുടെ ഒരു പ്രത്യേകത. അവർ ആ രംഗത്ത് പ്രവേശിക്കുന്നതോടുകൂടിയാണ് നാടകത്തിനൊരു പുതിയ മാനം കൈവരുന്നത്. അപ്പോൾ ഈ സമൂഹത്തിൽ അടിഞ്ഞു കിടക്കുന്ന ചപ്പുചവറുകൾ, മാറാലകൾ എന്നൊക്കെ പറയുന്നത് സമൂഹത്തിലെ ചില പ്രശ്നങ്ങളാണ്, അനീതികളാണ്, തിന്മകളാണ്. ഇതിനെ നീക്കം ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഓരോ പ്രജകൾക്കും കഴിയുന്നുണ്ടോ? അത് കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് ജനാധിപത്യം ദുഷിക്കപ്പെടുന്നത്? അല്ലെങ്കിൽ രാജാധിപത്യം അല്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ ജനകീയ ഭരണം പോലും അത് ജനകീയമല്ലാതായി മാറുന്നത് ഇതുപോലുള്ള അധികാര ദുർവിനിയോഗം നടക്കുമ്പോഴാണ് എന്നൊരു ചിന്തയും കൂടെ നമുക്ക് തന്നുകൊണ്ടാണ് ഈ നാടകം അവസാനിക്കുന്നത്. ഇതിന്റെ വിശദമായ വീഡിയോ കാണുക. ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വെച്ച് വേണം വീഡിയോ കാണാൻ. നാടകത്തിലെ ഏത് ഡയലോഗ് വേണമെങ്കിലും ചോദ്യമായിട്ട് നിങ്ങൾക്ക് വരാം. അത് വളരെ ശ്രദ്ധിക്കണം. നാടകത്തിനുള്ള ഒരു പ്രത്യേകത അതാണ്. ഡയലോഗ് വന്നിട്ട് അതിന്റെ സന്ദർഭം ചോദിക്കാം. അതാര് പറഞ്ഞു എന്ന് നമുക്ക് എഴുതാൻ കഴിയണം. അധികാര ജീർണതയുടെ പ്രതീകമാണ് രാജാവ്. അധികാരത്തിന്റെ ഇടനാഴികളിലെല്ലാം ഇങ്ങനെ ഉപജാപക വൃന്ദങ്ങൾ, അതിപ്പോ രാജഭരണമായാലും രാഷ്ട്രീയക്കാരുടെ ഭരണമായാലും അത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ എന്താണ് തനത് നാടക വേദി എന്നുള്ള തനത് നാടകം എന്നുള്ളതിന്റെ ഒരു കണ്ടന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടിയാട്ടം, കഥകളി തുടങ്ങിയ ക്ലാസിക് കലാ പാരമ്പര്യത്തിൽ നിന്ന് കാക്കാരശ്ശി നാടകം, പൊറാട്ട നാടകം, തെയ്യം, പടയണി തുടങ്ങിയ നാടോടി കലാരൂപങ്ങളിൽ നിന്നൊക്കെ ഊർജ്ജം സ്വീകരിച്ചുണ്ടായതാണ് തനത് നാടകങ്ങൾ എന്ന് പറയുന്നുണ്ട്. സംഘചലനമാണ് പ്രത്യേകമായിട്ട് ഇതിനകത്ത് വരുന്നത്. ശൈലീകൃതമായ ചലനമുണ്ട്. ഇപ്പോൾ തുറന്ന രംഗവേദിയിലാണ് പലപ്പോഴും ഇത് അവതരിപ്പിക്കാറുള്ളത്.
അപ്പം അത് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാം. ഇനി തൊട്ടടുത്ത് വരുന്നൊരു പാഠം കഥകളി സംഗീതത്തിലെ അഗ്രഗണ്യനായ കലാമണ്ഡലം ഹൈദരലിയുടെ പദത്തിന്റെ പഥത്തിൽ എന്ന പാഠഭാഗമാണ്. അപ്പൊ അത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, അതവിടെ ഒരു ആത്മകഥയാണ്. അദ്ദേഹത്തിന്റെ മഞ്ജുതര എന്ന ആത്മകഥയിലെ ഭാഗമാണ് ഈ പദത്തിന്റെ പഥത്തിൽ. മനുഷ്യൻ നിർമ്മിച്ച അതിർവരമ്പുകളെ കല മായ്ച്ചു കളയുന്നു എന്നൊരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഈ ഒരു ആത്മകഥയുമായി ബന്ധപ്പെടുത്തി നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുന്ന ഒരു ചോദ്യം വരാം. ശരിയാണ്, കാരണം മനുഷ്യനാണ് അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നത്. പക്ഷെ കലാരൂപങ്ങളിൽ കല പഠിക്കുന്നിടത്ത് ഇങ്ങനെ ഒരു അതിർവരമ്പ് ഇല്ല. അപ്പം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഇദ്ദേഹം കഥകളി സംഗീതം പഠിക്കാൻ ചെന്നപ്പോൾ കലാമണ്ഡലത്തിൽ അത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാനായില്ല. പക്ഷെ പിന്നീട് ഈ ഉൾക്കൊള്ളാതാകൽ അദ്ദേഹത്തിന്റെ ഒരു ശീലമായി, അത് അദ്ദേഹത്തിന് ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യമായിട്ട് മാറുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എത്തപ്പെട്ടിട്ടും അദ്ദേഹം തന്റെ ആ ഒരു ഇഷ്ടം വിട്ടുകളയാതെ ആ കഥകളി സംഗീതത്തിലെ അഗ്രഗണ്യനായി മാറുകയാണ്. അപ്പൊ അദ്ദേഹം തന്നെ കുറിച്ച് പറയുന്ന മാതാപിതാക്കളുടെ വാർദ്ധക്യകാലത്ത് ജനിച്ച മകനാണ് താൻ. അത് മാത്രമല്ല, തനിക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാല്യം വളരെ വിഷമകരമായിരുന്നു. ബാല്യകാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ ബാപ്പയെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു. 5 വയസ്സ് വരെ ബാപ്പ ജീവിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഹൈദറിന്റെ തല കണ്ടപ്പോഴേക്കും മൊയ്തൂട്ടി പോയി എന്ന് പലരെ കൊണ്ടും പറയിച്ച ഒരു പാഴ്ജന്മമായിട്ടാണ്, തിരസ്കരിക്കപ്പെട്ടവനാണ് ആയിട്ടാണ് താൻ ജീവിച്ചത്. അങ്ങനെ ഒരുപാട് നിർഭാഗ്യങ്ങൾ ഉണ്ടായിട്ടും താൻ ഇന്ന് വളരെ ഭാഗ്യങ്ങളുടെ പേരിൽ, നിർഭാഗ്യങ്ങളോടൊപ്പം തന്റെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് താൻ ഇത്രയും പ്രശസ്തരായെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ കലാമണ്ഡലത്തിൽ ചേരാൻ അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? അപ്പൊ മതത്തിനപ്പുറം മാനുഷികത, സ്നേഹം, മാനവികത, ഇതൊക്കെയാണ് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോയതെന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. പിന്നെ കലാമണ്ഡലത്തിലെ പഠന രീതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പൊ ബാപ്പ മടിയിലിരുത്തി അദ്ദേഹത്തിന് സിനിമാ പാട്ടുകൾ പാടി കേൾപ്പിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് തന്നെ ഒരു പാട്ടുകാരനാക്കിയതെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. പാട്ടുപാടി തന്നാണ് ബാപ്പ എന്നെ സ്നേഹിച്ചത്, ലാളിച്ചത്. അതിനപ്പുറം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നും തരാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ പാട്ടുകൊണ്ട് ഞാൻ ജീവിക്കും, എന്റെ ജീവിതം അങ്ങനെ എനിക്ക് പുലർത്താൻ കഴിയും എന്നൊരു ചിന്ത ബാപ്പയ്ക്ക് ഉണ്ടായിരുന്നുവോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പൊ എവിടെയൊക്കെ സംഗീതത്തെ കുറിച്ച് പറയേണ്ടി വരുന്നു, അപ്പോഴൊക്കെ ബാപ്പയുടെ പാട്ടിന്റെ ഈണമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് എത്തുന്നത്. ജന്മസിദ്ധിയും സാധനയുമാണ് കലാകാരനെ രൂപപ്പെടുത്തുന്നത്. ശരിയാണല്ലോ, അദ്ദേഹം ജന്മനാൽ പാടാൻ കഴിവുള്ള ആളാണ്. പിന്നെ ധാരാളം സമയം അദ്ദേഹം ഇതിന്റെ ഉപാസകനായിട്ട്, സംഗീതത്തിന്റെ ഉപാസകനായിട്ട് ജീവിച്ചു. അത് തന്നെയാണ് അദ്ദേഹത്തെ രൂപപ്പെടുത്തിയത്. ശക്തി ഉണ്ടെങ്കിൽ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് കഴിയും. ആ ഒരു ആശയമാണ് ഈ പാഠഭാഗം നമുക്ക് നൽകുന്നത്. ഇതിനെക്കുറിച്ച് ഹൈദരലിയോട് ചോദിക്കാൻ അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കുക എന്നുള്ള ചോദ്യങ്ങളും ഒക്കെ വരും. അപ്പൊ ഇവിടെ ഇതിന്റെ കലാവിഷ്കാരത്തെ കുറിച്ച് ഇരിങ്ങാലക്കുട മാധവ ചാക്യാരെ കാണാനായിട്ട് ഫ്രാൻസിൽ നിന്ന് കാനഡയിൽ നിന്ന് കുറച്ച് ആൾക്കാർ, ഫ്രാൻസിൽ നിന്നും കുറച്ച് ആൾക്കാർ വന്നു. അപ്പോൾ ചാക്യാര് കൂത്ത് നടത്തുകയായിരുന്നു. കിളിവാതിലിൽ കൂടെ നോക്കിയപ്പോൾ അവിടെ കാണാനൊന്നും ആരുമില്ല. അപ്പൊ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് കൂത്ത് നടത്തിയെന്ന് ചോദിച്ചപ്പോൾ വിളക്കുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് കളിച്ചതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഹി വാസ് പ്ലേയിങ് ടു ദ ഫ്ലെയിം, ആ വിളക്കിന് വേണ്ടി അദ്ദേഹം കളിച്ചു എന്ന് മറ്റൊരിക്കൽ ഒരു നിരൂപകൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കലയെ സാഫല്യമായിട്ട് അല്ലെങ്കിൽ ജന്മസാധനയായിട്ട് കണ്ടവരായിരുന്നു മികച്ച കലാകാരന്മാരെന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഡോക്ടർ M.N. കാരശ്ശേരിയുടെ മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന ഒരു ലേഖനമാണ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് 2ാമത്തെ യൂണിറ്റിലുള്ളത്. മാപ്പിളപ്പാട്ട് രചയിതാക്കളിൽ പുലിക്കോട്ടൽ ഹൈദർ കേരളീയതയ്ക്ക് പ്രാധാന്യം നൽകിയ ആളാണ്. ഭാഷയും കാഴ്ചപ്പാടും ഒക്കെ തീർത്ത നാടനായിരുന്നു. കേരളത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. എന്നാൽ മോയിൻകുട്ടി വൈദ്യരാണെങ്കിൽ അറേബ്യൻ ചരിത്രം, ഇസ്ലാമിക ഇതിവൃത്തം, ഇതിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. ഹൈദർ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? പുലിക്കോട്ടൽ ഹൈദർ യഥാർത്ഥതാവാദിയായിരുന്നു. നാട്ടുകഥ പാടി നാടൻ പാട്ടുകളുടെ, നാട്ടുമൊഴിയുടെ വഴക്കമാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകിയത്. അപ്പൊ എന്താണ് അറബി മലയാളം എന്നുള്ളതിന്റെ ഒരു ചോദ്യത്തിന്റെ ഉത്തരവുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങൾ 5-6 നൂറ്റാണ്ടുകാലം പരിഷ്കരിച്ച അറബി ലിപിയിലാണ് മലയാളം എഴുതി പോകുന്നത്. പുസ്തകങ്ങളിലും മതപാഠശാലകളിലും ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. ഇതിനെയാണ് അറബി മലയാളം എന്ന് പറയുന്നത്. ആ ലിപിയിൽ രചിക്കപ്പെട്ട രചനകളെയാണ് അറബി മലയാള സാഹിത്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഗദ്യവും പദ്യവും ഉണ്ട്. മാപ്പിളപ്പാട്ടുകൾ എന്നറിയപ്പെടുന്ന പദ്യകൃതികൾക്കാണ് കൂടുതൽ പ്രചാരം.
അപ്പോൾ ഈ പുലിക്കോട്ടിൽ ഹൈദർ മലപ്പുറം ജില്ലയിലെ ഏറനാട് ജനിച്ച വ്യക്തിയാണ്. അപ്പം അദ്ദേഹം വാമൊഴി, സ്വന്തം നാട്ടിലെ വാമൊഴിയാണ് അദ്ദേഹത്തിന്റെ കവിതകൾക്കായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ വിഭക്തി പ്രത്യയങ്ങളിൽ പോലും അദ്ദേഹം വാമൊഴി പ്രയോഗിച്ചു. പിന്നെ പുരുഷന്റെ ക്രൂരതയ്ക്കും വഞ്ചനയ്ക്കും പാത്രമായി തീരുന്ന സ്ത്രീത്വമായിരുന്നു ഇദ്ദേഹത്തിന്റെ കവിതകളിലെ പ്രധാന കഥാപാത്രം, പ്രധാന ആശയം. അപ്പൊ അദ്ദേഹം സ്ത്രീകളുടെ സൗന്ദര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കവിതകളിൽ പറയുന്നുണ്ട്. അതുപോലെ സ്ത്രീപക്ഷപാതിയായി നിന്നുകൊണ്ട് അവർ അനുഭവിക്കുന്ന വേദനകളെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ മറിയക്കുട്ടിയുടെ കത്ത് ഇതിന് വലിയൊരു ഉദാഹരണമാണ്. സ്വന്തം കാവ്യശേഷി അദ്ദേഹം സാമൂഹ്യ പരിഷ്കരണത്തിനായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ്. കത്തുപാട്ടുകൾ എന്ന വിഭാഗത്തിലാണ് അദ്ദേഹം കൂടുതൽ സംഭാവനകൾ നൽകിയത്. അപ്പം അദ്ദേഹത്തിന്റെ കത്തുപാട്ടുകളുടെ പ്രത്യേകത എന്താണ് എന്നൊരു ചോദ്യം അതിനകത്ത് ചോദിക്കാം. അറബി മലയാളത്തെക്കുറിച്ച് ഒരു ലഘുക്കുറിപ്പ് ചോദിക്കാം. അറബി മലയാള സാഹിത്യത്തിലെ നാട്ടുമൊഴി വഴക്കവും പുലിക്കോട്ടിൽ ഹൈദർ അറിയപ്പെടുന്നത് പ്രമുഖമായ പല മാപ്പിളപ്പാട്ട് രചയിതാക്കളും സങ്കര ഭാഷയിലാണ് എഴുതിയത്. അപ്പോൾ പുലിക്കോട്ടിലാണെങ്കിൽ അദ്ദേഹം ഏറനാട്ടിലെ, മലപ്പുറം ജില്ലയിലെ ഏറനാട്ടിലെ പ്രാദേശിക ഭാഷയ്ക്കും വാമൊഴി വഴക്കത്തിനും കൂടുതൽ പ്രാധാന്യം നൽകി. അതിനെക്കുറിച്ചൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരും. കേരളീയതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയ എഴുത്തുകാരനാണ് പുലിക്കോട്ടിൽ ഹൈദർ. അപ്പൊ ഇത്രയുമാണ് മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്നൊരു പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ രണ്ടാമത്തെ യൂണിറ്റിന്റെ ഒരു വളരെ പെട്ടെന്നുള്ള റിവിഷനും കഴിഞ്ഞു. വിശദമായ വീഡിയോ കാണണം എന്ന് ഞാൻ പറയാനുള്ള കാരണം, പാഠഭാഗത്തുനിന്ന് പ്രധാന ചോദ്യം അപ്രധാന ചോദ്യം എന്ന് ഒന്നില്ല, എല്ലാം പ്രധാനമാണ് എന്ന് ചോദ്യകർത്താവിന് തോന്നിയാൽ എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. അതുകൊണ്ട് തന്നെ പാഠഭാഗം വിശദമായി മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും അനുയോജ്യമായ മാർഗം. അപ്പൊ എവിടെ നിന്ന് ചോദ്യം ചോദിച്ചാലും ഉത്തരം എഴുതാം. ഒരു ഭാഗവും ഒഴിവാക്കിക്കൊണ്ടോ ഒരു ഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടോ അല്ല പഠിക്കേണ്ടത്. പഠിക്കുന്ന പാഠങ്ങൾ പൂർണ്ണമായി പഠിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ ഏറ്റവും മികച്ച ഉപകരണമാണ്. അത് കയ്യിലില്ലാതെ വീഡിയോ കാണരുത്. അത് വച്ച് വേണം നിങ്ങൾ വീഡിയോ കാണാൻ. അത് കഴിഞ്ഞ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എഴുതി നോക്കാനും കൂടെ ശീലിക്കണം ചോദ്യങ്ങളുടെ ഉത്തരം. ഇൻട്രഡക്ഷൻസ് ഒന്നും മറക്കരുത്, അത് എഴുതി നോക്കേണ്ടതാണ്. 6 മാർക്ക് 8 മാർക്ക് ചോദ്യങ്ങളിൽ ഇൻട്രഡക്ഷൻ കമ്പൽസറി ആയിട്ട് വേണ്ടതാണ്. അതുകൊണ്ട് അതുകൂടെ ചേർത്ത് വേണം പഠിക്കാൻ. അപ്പോൾ അടുത്ത യൂണിറ്റുകളിലേക്ക് വരാം. അതുവരെ സ്നേഹത്തോടെ വിട. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.